സുരാജ് വെഞ്ഞാറമൂട് എന്ന നടന്റെ കരിയറിലെ ഒരു വിചിത്രമായ ഒരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒരുപക്ഷേ ഇത്തരത്തിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്കെന്തോ ഇക്കാര്യത്തിൽ ഭയങ്കര കൗതുകം തോന്നി. കാര്യത്തിലേക്ക് വരാം. 2016 ആക്ഷൻ ഹീറോ ബിജു എന്നൊരു സിനിമയുണ്ട്. ഒരുപക്ഷേ മലയാളികൾ ആരും ആ സിനിമ മറക്കില്ല. അതിലെ സുരാജേട്ടൻ്റെ കഥാപാത്രത്തെ തൻ്റെ ഭാര്യയെ കാണാനില്ലെന്നും ഒളിച്ചോടിപ്പോയതാണെന്നും പരാതി പറയാൻ സ്റ്റേഷനിൽ ആദ്യം വരികയും പിന്നീട് തൻ്റെ ഭാര്യ ഇവരില്ലെങ്കിൽ വേണ്ട മകളെയെങ്കിലും എനിക്ക് വേണമെന്ന് പറയുമ്പോൾ, മകൾ നിങ്ങളുടേതല്ല നിങ്ങളുടെ സുഹൃത്തിൻ്റേതാണെന്ന് ഭാര്യ തന്നെ പറയുമ്പോൾ ആകെ തകർന്നു പോയി കരഞ്ഞുകൊണ്ട് ഇതൊരു തമാശയാണെന്ന് സ്വയം ബോധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന പവിത്രൻ എന്ന സുരാജേട്ടൻ്റെ ക്യാരക്ടറിനെ ഒരുപക്ഷെ ഒരു മലയാളിയും മറക്കാനിടയില്ല. പറ്റിക്കാൻ വേണ്ടി പറയണതാണ് സാറേ, അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം സാർ. അത്രയ്ക്ക് വലിയൊരു മുറിവാണ് പ്രേക്ഷകരിലേക്ക് സുരാജേട്ടൻ്റെ കഥാപാത്രം നൽകിയത്. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണ്. പക്ഷേ ഇതിനൊരു ആൻറ്റി ക്ലൈമാക്സ് ഉണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വിചിത്രമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞൊരു കാര്യം. 2023 വരാം. അതിൽ മദനോത്സവം എന്നൊരു സിനിമയുണ്ട്. ഒരുപക്ഷേ സിനിമ കണ്ടവർക്ക് പൊതുവെ കഥ അറിയാമെങ്കിൽ ഞാൻ ഒന്നുകൂടി അത് ഓർമ്മിപ്പിക്കാം. അതിലെ മദനൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെയാണ്. ഈ കളർ പെയിൻ്റ് അടിച്ച കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അയാൾക്കൊരു കൂട്ടുകാരനുണ്ട്, അയൽക്കാരനുണ്ട് മോഹനൻ. ഈ മോഹനൻ്റെ മരണത്തിന് ശേഷം ഭാര്യയായ ആലീസിനെയും കുട്ടിയെയും മദനൻ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പെതിയെ പെതിയെ ആലീസിനോട് മദനൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. ആലീസിനും ചെറിയൊരു ഇഷ്ടം തിരിച്ചു തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ കൊണ്ട് തന്നെ അച്ഛ എന്ന് വിളിപ്പിക്കാൻ മദനൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. പല ട്രിക്കുകൾ ഇറക്കുന്നു, പക്ഷേ എല്ലാം ഫെയിലാകുന്നു. കുട്ടിയാണെങ്കിൽ മദനൻ മാമ എന്ന് മാത്രമേ അയാളെ വിളിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഈ പ്രതീക്ഷയൊക്കെ നശിച്ച് സാധാ ജോലിക്ക് പോകുന്ന പോലെ കളർ കോഴികളെയൊക്കെ കൂട്ടിലാക്കി കെട്ടിവെച്ച് ബൈക്കിൽ മദനൻ ഇറങ്ങുകയാണ്. കുഞ്ഞിനോട് ടാറ്റ പറയുന്നു, കുഞ്ഞിന് തിരിച്ച് ടാറ്റ പറയുന്നു. കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു കോഴി കുറുക്ക് ചവിട്ടി ബൈക്ക് മറിഞ്ഞ് സുരാജേട്ടൻ്റെ മദൻ്റെ കഥാപാത്രം മറിഞ്ഞ് വീഴുന്നുണ്ട്. ആ മറിഞ്ഞ് ആകെ വേദനയോടെ കൈയും തുടച്ച് എഴുന്നേൽക്കുമ്പോൾ പിറകിൽ നിന്ന് ആ കുട്ടി അതിൻ്റെ അമ്മയെ വിളിക്കുന്നൊരു ഡയലോഗ് ഉണ്ട്. ആ മൊമെന്റിൽ സുരാജേട്ടൻ്റെ മുഖത്തെ പ്രകാശമുണ്ട്. ഒരു 10 ഫ്ലഡ് ലൈറ്റ് കത്തിച്ച് വെച്ച പ്രകാശം. അത്രയ്ക്ക് സന്തോഷമാണ് ഇപ്പോഴും ആ സീൻ കാണാൻ. മദനന് മാത്രമല്ല, മദനനെ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലൊരു നിറവുണ്ടായ സീനാണത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ കുട്ടി അല്ലെങ്കിൽ മദൻ ആഗ്രഹിച്ച കാര്യം നടന്നു എന്നതിന് പുറമേ വർഷങ്ങൾക്ക് മുമ്പ് ആക്ഷൻ ഹീറോ ബിജുവിൽ തൻ്റേതായിരുന്നു എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ഇവിടെ തൻ്റേതല്ലാത്ത തനിക്ക് അർഹമല്ലാത്തൊരു കുട്ടിയെ തനിക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒരുപക്ഷേ ഒരു വലിയ സാഹിത്യ ഭാഷയിൽ കാവ്യഭംഗിയിലൊക്കെ പറഞ്ഞാൽ ഈ സിനിമ തന്ന മുറിവ് സിനിമ തന്നെ ഉണക്കി എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു വലിയ മൊമെൻ്റാണ്. ഒരുപക്ഷേ മറ്റേത് അഭിനേതാവിനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സുരാജേട്ടനെ പറ്റി പറയുമ്പോൾ ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ആദ്യം വരുന്നത് ഈ രണ്ട് പുറങ്ങളാണ്. അതുകൊണ്ട് തന്നെ സുരാജേട്ടൻ്റെ കരിയറിൽ ഇതൊരു വിചിത്രമായ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.